ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ് ഗൈസ്, ഇന്ന് അൻസറുമാരുടെ കല്യാണമാണ്. അപ്പം എന്റെ താത്താടെ നാത്തൂന്റെ മോനാണ് അൻസർ. അപ്പൊ ഇന്ന് മെഹന്തി ചടങ്ങാണ്. അപ്പൊ നമ്മളിന്ന് മെഹന്തിക്ക് പോവാൻ ഇവിടെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. അപ്പൊ നൈറൂന്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. നൈറൂന് ഞാൻ വിങ്സ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നൈറൂനെ അവർക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം നമ്മൾ രണ്ടുപേരും റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പം രാവിലെ നമ്മളിന്ന് അവരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു. അപ്പം ഈ അൻസർ ആക്കാടെ വീടെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അവിടെ വെച്ച് മൈലാഞ്ചി ഇട്ട്. അപ്പൊ ഞാൻ ഇതാണ് ഇട്ടത്. നെഹ്റു കാണിച്ചു വിടും. അപ്പൊ നമ്മൾ അവിടെ വെച്ച് നഖത്തിലൊക്കെ നെഹ്റു സ്വന്തമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് അവിടെ വെച്ച് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോ ഇവിടെ നിൽക്കും. അപ്പൊ നമ്മളിവിടെ മെഹന്തിക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വെറ്റ കൃഷിയുടെ വീഡിയോ മുമ്പ് കുറെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ വെറ്റയിൽ നിന്നുള്ള ആ വെറ്റക്കൊടിയിൽ നിന്നുള്ള വെറ്റയാണ് നമ്മളത് മൈലാഞ്ചിക്ക് കൊണ്ടുപോകുന്നത്. നൈറുവിന്റെ അടുത്ത് ഞാൻ അബദ്ധത്തിൽ ആദ്യം ഒന്ന് പറഞ്ഞുപോയി, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ന് പറയാം. ഇപ്പൊ നൈറു ഇടയ്ക്കിടയ്ക്ക് വീഡിയോയുടെ ഇടയിൽ എല്ലാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഈ വെറ്റ വെച്ചിട്ടാണ് മൈലാഞ്ചി ഇടാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഈ വെറ്റ കയ്യിൽ വെച്ചിട്ട് അതിന്റെ മുകളിലാണ് മൈലാഞ്ചി ഇടുന്നത്. ഓൾറെഡി മൈലാഞ്ചി പെണ്ണ് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോ ഇത് ഒരു ചടങ്ങിനായിട്ട്. അപ്പൊ ഇന്ന് നമ്മള് ഡ്രസ്സും കൊണ്ട് കൊടുക്കും. നാളെ ഇടാനുള്ള ഡ്രസ്സ്, വിവാഹ ഡ്രസ്സും കൊണ്ടു കൊടുക്കും. അതിന്റെ കൂടെ നമ്മുടെ ഒരു ചടങ്ങായിട്ട് ഇവിടെ ഇങ്ങനെ മൈലാഞ്ചി ഇടും. നാത്തൂനും ചെറുക്കന്റെ റിലേറ്റീവ്സും എല്ലാം പോയി മൈലാഞ്ചി ഇടും. അപ്പൊ നമ്മളെ വെറ്റയാണ് നമ്മൾ ഇടാൻ പോണത്. ഈ കല്യാണത്തിന് മാത്രമല്ല, നമ്മുടെ ഒരുവിധം അടുത്ത റിലേറ്റീവ്സിന്റെ മിക്കുള്ളവരുടെയും കല്യാണത്തിന് നമ്മളെ വീട്ടിലെ വെറ്റയാണ് നമ്മൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നൈറു ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മളിനി ഈ പെണ്ണിന്റെ വീടെന്ന് പറഞ്ഞാൽ മൈലമൂടാണ്. ചെറുക്കന്റെ വീട് കൊച്ചിയലങ്ങിലാണ്. അപ്പൊ കൊച്ചിയലങ് എന്ന് പറയുന്നത് ഈ സൈഡും മൈലമൂട് ഈ സൈഡുമാണ്. അപ്പം അവരവിടെ നിന്ന് റെഡിയായി ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഈ സൈഡിലും മൈലമൂടിലോട്ട് പോകും. അപ്പോൾ ഞങ്ങളുടെ ബ്രൈഡിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വിവാഹ ഡ്രസ്സ് കൊടുക്കാൻ പോവുകയാണ്. ഇത് ചെക്കന്റെ സിസ്റ്ററാണ്, ഷെമിത്താത്ത. അപ്പൊ ഈ താത്താണ് ഈ ഡ്രസ്സ് പെണ്ണിന് കൊടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ചെക്കന്റെ ചേട്ടന്റെ വൈഫാണ് അൽഫിയ. ഇവളാണ് ആ ഗിഫ്റ്റ് ഹാമ്പർ കൊടുത്തത്. ഞങ്ങൾ ഏകദേശം ഒരു 30ഓളം പേര് പോയിട്ടുണ്ടായിരുന്നു ഈ മെഹന്തിയിടൽ ഫംഗ്ഷനായിട്ട്. ഇതാണ് അവരുടെ ഹോൾ ഫാമിലി. അങ്ങേ അറ്റത്ത് നിൽക്കുന്ന പച്ച ഡ്രസ് ഇട്ടതാണ് എന്റെ താത്ത. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങി. ആദ്യം മൈലാഞ്ചി ഇട്ടത് ചേട്ടത്തിയും നാത്തൂനുമാണ്. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് തുടങ്ങി. അപ്പം മൈലാഞ്ചി ഇട്ടതിന് ശേഷം സ്വീറ്റ്സ് എന്തെങ്കിലും കൊടുക്കും. ലഡുവോ ജിലേബി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ കൂടെ പോയി എല്ലാവരും ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാനും ബാബിയും ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും ഈ ചടങ്ങ് നടത്തുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചടങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. അവസാനം ആദ്യ ഐസു മൈലാഞ്ചിയുടെ വരാം. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ തന്നെ 10 മണി ആവാറായിട്ടുണ്ടായിരുന്നു.